ഇന്നത്തെ ഇൻട്രോ പറയുന്നത് ഞാനാണ്. കാരണം നീതക്ക് തലവേദന ഇത്തിരി വയ്യായ്മയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഇൻട്രോ ഞാനാണ് പറയുന്നത്. കുക്കിംഗ് നേരത്തെ ചെയ്താണ്, ഇൻട്രോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പടക്കറിയാണ്. പപ്പടവും ഉരുളക്കിഴങ്ങും കൂടി വറുത്തരച്ച് വെച്ച കറി. അത് കഴിക്കാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കറി കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഇത് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളി കറിയാണ്. നമുക്ക് നമ്മുടെ പപ്പടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത്, പിന്നെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പപ്പടം, സവാള, കറിവേപ്പില. ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വറവിടാനായിട്ട് വറ്റൽ മുളകും കടുകും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉള്ളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഇഞ്ചിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പത്തിൽ കട്ട് ചെയ്യാം. ഇതിപ്പോൾ 2 ഉരുളക്കിഴങ്ങിന് ഞാൻ 1 സവാളയാണ് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 8 പപ്പടമാണ് അതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ പപ്പടം റൗണ്ടിലോ സ്ക്വയറിലോ കട്ട് ചെയ്യാം. സ്ക്വയറിൽ കട്ട് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങും പപ്പടം ഒരുപോലെ ഇരിക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും എല്ലാം ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാനിലാണ് കറി റെഡിയാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ റെസിപ്പിയും ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളറങ്ങ് ചേഞ്ച് ആയി പോവും. ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കുക. ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിയിൽ കൂടുതൽ വേണ്ടത്. നമ്മൾ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, ആ ഒരു കളറിന് വേണ്ടി മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള. ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഉരുളക്കിഴങ്ങ് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് ചേർക്കില്ല. ഞാൻ എപ്പോഴും വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ പറയാറുണ്ട്, വെജിറ്റബിൾസിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കാറില്ല. നമ്മളിത് ഹാഫ് കുക്കായി കഴിയുമ്പോഴേ ഉപ്പ് ചേർക്കുള്ളൂ. ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഇത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷെ ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രഷർ കുക്കറിൽ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇതുപോലെ പാത്രങ്ങളിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ കുക്ക് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ പ്രഷർ കുക്കറിൽ തന്നെ കുക്ക് ചെയ്തോളൂ. അതിനുശേഷം ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ നീക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഈ തേങ്ങ നമ്മൾ സാധാരണ തീയലിന് വറുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡിൽ വറുത്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ തീയലിന് വറുക്കുന്ന അത്രയും ഡാർക്ക് കളർ ആവേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് വറുത്തെടുക്കാൻ പോകുന്നത്. അതെപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് വറുത്തതിന് ശേഷം പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് തേങ്ങയുടെ കളർ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ ആവുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തീയലിന് വറുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പാകം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തേങ്ങ ഈ കളറിൽ വറുത്തെടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈവനായിട്ട് ഒരേ കളറിലും അതുപോലെ തന്നെ ഓവറായിട്ട് കരിഞ്ഞു പോവാതെയും വറുത്തെടുക്കാം. പിന്നെ ആദ്യമായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമ്മളിതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി നമ്മൾ ഉരുളക്കിഴങ്ങിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇതൊന്ന് ചൂടായി വരിക. ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരും കേട്ടോ. ചൂട് മാറി വരുന്നതനുസരിച്ച്
അപ്പോൾ 1 കപ്പ് തേങ്ങയ്ക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊടികൾ കുക്കായി കഴിഞ്ഞു. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ തേങ്ങയുടെ കളർ ഓവറായിട്ട് അങ്ങ് മാറിപ്പോയില്ല, അല്ലെങ്കിൽ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തേങ്ങ വീണ്ടും കുക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് പപ്പടം വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് മാറ്റിയതിന് ശേഷം പപ്പടം കാച്ചിയെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായോ നോക്കാം. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ട് പപ്പടം കാച്ചിയെടുക്കുന്നതാണ് എളുപ്പം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ വേണ്ടി വരും. പിന്നീട് നമ്മൾ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല, കറിയിലേക്ക് വറവിടാനൊന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ പപ്പടം കുറച്ചായിട്ട് കാച്ചിയെടുക്കുക. ഇപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി നന്നായിട്ട്. നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് ഈ പപ്പടം ഒന്ന് മാറ്റിയേക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചായിട്ട് പപ്പടം ഇട്ട് കൊടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പകുതി കുക്കായപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിരിക്കുകയാണ്. മുഴുവൻ കുക്കായിട്ടില്ല. അതുപോലെ തേങ്ങയും ചൂട് മാറി വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ ഈ പപ്പടം കാച്ചി കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരച്ചെടുക്കും. അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇല്ല കല്ലിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും കറിക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി കുക്കായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത കാര്യം ഇടയ്ക്ക് പറഞ്ഞല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്തതിന് ശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ അതൊന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം വെള്ളം വേണം നമ്മുടെ ഈ ഒരു കറിക്ക്. അത് ഒന്ന് കുറുകി വരും. അതനുസരിച്ച് നമ്മൾ കുറച്ചധികം വെള്ളം ചേർക്കുക. അതിനുശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അരപ്പൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഗ്രേവി വേണ്ട, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഗ്രേവി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഒരു മീഡിയം ഗ്രേവി ഉള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഹൈ ഫ്ലെയിമിലിരുന്നിട്ട് നന്നായി തിളച്ചു വരണം. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളതാണ്. അപ്പോൾ പപ്പടം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ പപ്പടത്തിൻ്റെ ഉപ്പും കൂടി മിക്സ് ആയി കഴിഞ്ഞിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കിനി വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിന് പാകത്തിന് ഉപ്പുണ്ട്. ഗ്രേവിക്ക് ഉപ്പ് ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യണ്ട. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇനി അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മുടെ അരപ്പിൻ്റെ ആ ഗ്രേവി ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തിളപ്പിക്കുന്നത്. ഇത് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിനി പപ്പടം ചേർക്കുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ 2 പാർട്ടായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗസ്റ്റ് വന്നു. അപ്പോൾ എൻ്റെ കുക്കിംഗ് അവിടെ നിന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ കുക്കായി അരപ്പൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ്. ആ സമയത്ത് പിന്നെ ഗസ്റ്റൊക്കെ പോയിരുന്നപ്പോൾ പപ്പടമൊക്കെ തണുത്തുപോയി. പിന്നെ ഞാനതങ്ങ് വിട്ടു. അത് കറിയാക്കി വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായില്ല, ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയുള്ള പോർഷൻ അടുത്ത ദിവസം ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്ന് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് വയ്യായ്മയുടെ ആ ഒരു സൗണ്ട് വേരിയേഷൻ മാറിയിട്ടില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നിങ്ങളപ്പോൾ വിചാരിക്കും ഇത്രയും സമയം കേട്ട സൗണ്ട് അല്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് സൗണ്ടിൽ വ്യത്യാസം വന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് 2 പോർഷനായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കറി അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എണ്ണ തെളിഞ്ഞ് വരാൻ എണ്ണയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ചേർത്തിട്ടല്ല തേങ്ങ വറുത്തെടുത്തത്. അപ്പോൾ എണ്ണ ചേർത്തിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇതിപ്പോൾ നമ്മുടെ ആ തേങ്ങയിലുള്ള എണ്ണ മാത്രമേ ഇങ്ങനെ കുറച്ച് തെളിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടിയിലല്ല തേങ്ങ വറുക്കുന്നതെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് തന്നെ വറുക്കണം കേട്ടോ. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തേങ്ങ വറുക്കുമ്പോൾ എണ്ണ ചേർക്കാറില്ല, അതെപ്പോഴും പറയാറുള്ളതാണ്. നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം ചേർക്കാം. പപ്പടം ചേർത്തിട്ട് ഒന്നുകൂടി ഈ കറി ഒന്ന് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു തിക്നെസ് ആകുമ്പോൾ, അതാണ് ഞാൻ 2 മിനിറ്റ് പറഞ്ഞത്. ആ 2 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമ്മൾ പപ്പടം ചേർക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇനി ഞാനിതിലേക്ക് പപ്പടം ചേർക്കാൻ പോവാണ്.
അപ്പോൾ നമ്മൾ പപ്പടം ചേർത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പപ്പടത്തിലേക്ക് ഇപ്പോൾ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ തന്നെ പപ്പടം ചെറുതായി വരും കേട്ടോ. എന്ന് വെച്ചാൽ അതങ്ങ് ചുരുങ്ങി തുടങ്ങും. പപ്പടം ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇത് ഒരു രീതിയിൽ പറഞ്ഞാൽ തീയൽ തന്നെയാണ്. പക്ഷെ തീയലിന്റെ കറക്റ്റ് ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഇവിടെയൊക്കെ പുളി ചേർത്തിട്ടുള്ള ഇതുപോലെ തേങ്ങ വറുത്തരച്ച് വെക്കുന്നതിനാണ് തീയൽ എന്ന് പറയുക. അപ്പോൾ ഇത് അങ്ങനെ ചോദിച്ചാൽ തീയലല്ല, പപ്പടം വറുത്തരച്ച കറി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്ലെയിം കുറച്ചു അടുത്ത ബർണറിലേക്ക് മാറ്റാൻ പോവാണ്. നമ്മൾ ഇനി ഇതിൽ വറവ് ചേർക്കാൻ പോവാണ്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടങ്ങ് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക്. വറ്റൽമുളകിന്റെ കളർ മാറിപ്പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിത് കറിയിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ കറിയിലേക്ക് ഈ വറവ് ചേർക്കാൻ പോവാണ്. ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഈ കറി നമ്മൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പപ്പടത്തിലേക്ക് മസാലകളൊക്കെ പിടിക്കാനുള്ള ഒരു സമയം കിട്ടില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണ് നല്ലത്. അത് ചില കറികൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചൂട് നന്നായിട്ട് മാറിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ കണ്ടോ കറിയുടെ കൺസിസ്റ്റൻസി തിക്കായി തുടങ്ങുന്നുണ്ട്. ഇത് വീണ്ടും ഒന്നുകൂടി കുറുകി വരും ചൂട് മാറി വരുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് ചൂട് കുറഞ്ഞു കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പോൾ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പപ്പടക്കറി നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ചൂടോടുകൂടി ഓഫ് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടായിരുന്നു. ഇപ്പൊ ഗ്രേവി കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഗ്രേവി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി അല്ല, നമുക്ക് ചോറിൽ ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രേവിയാണ്. അതുപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നന്നായിട്ട് വീർത്ത് വന്ന പപ്പടമൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡായി പരന്ന് വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ വേറെ പപ്പടം ഇട്ടതാണോ എന്ന്. അതല്ല, വേറെ പപ്പടം ഇട്ടതല്ല. പപ്പടം തനിയെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, പപ്പടം ഗ്രേവിയിലേക്ക് ഇടുമ്പോൾ തന്നെ ചുരുങ്ങി വരും. പിന്നെ അതിങ്ങനെ സ്പ്രെഡ് ആയ പോലെ പരന്ന പോലെയാവും. അപ്പൊ എന്തായാലും ഈ ഒരു കറി ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഒരു പ്രാവശ്യം ചോറിന്റെ കൂടെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് വ്യത്യസ്തമായ കറികൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ കറികൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു തരാം, ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.